നമസ്കാരം. നേരത്തെ ചെയ്ത വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച സജീവമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് വാൽപ്പാറയിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. 9 പേരുടെ ജീവനെടുക്കുന്ന വലിയൊരു ദുരന്തം. വളരെ വേദനാജനകമായ ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടു. വളരെ ആ ഒരു ദുഃഖത്തിൽ അവരോടൊപ്പം നമ്മളെല്ലാവരും ചേർന്നു. ഒരു വിഷമം എല്ലാവർക്കുമുണ്ട്. ആ സമയത്താണ് സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബിൽ, അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ താരമായിട്ട് ഞാൻ പത്തനംതിട്ടയാണ്, എൻ്റെ നാട്ടിലുള്ള ഒരാളിനെ പറ്റിയൊരു വാർത്ത വന്നു. അവർ ടെലിപ്പതിയിലൂടെ, പേര് ഞാൻ ഓർക്കണില്ല ആളിൻ്റെ, ഒരു ടെലിപ്പതിയിലൂടെ ആൾ നേരത്തെ ഇത് അറിഞ്ഞിരുന്നുവെന്നും അവർക്ക് ഇൻഡ്യൂഷൻ കിട്ടിയെന്നും, ടെലിപ്പതി എന്നാണ് പറഞ്ഞത്, ഇൻഡ്യൂഷൻ എന്നല്ല പറഞ്ഞത്, ടെലിപ്പതിയിലൂടെ കിട്ടിയെന്നും ഈ ദുരന്തം കൊക്കയിലേക്ക് വാൻ മറിയുന്നൊക്കെ അവർ കണ്ടെന്ന് അവർ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത്. എന്തായാലും ഞാൻ പോസ്റ്റൊന്നും കണ്ടില്ല. പൊതുവേ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. യൂട്യൂബിൽ എൻ്റെ വീഡിയോകളൊക്കെ റീൽസായിട്ടൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ മെഡിറ്റേഷനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട്. കൂടാതെ ഈ വീഡിയോ ഒക്കെ വന്നപ്പോൾ, അല്ലെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം എൻ്റെ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, സ്റ്റുഡൻസൊക്കെ ചോദിച്ചു, സാറേ ഇതല്ലേ ഗുരുനാഥ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് നമുക്കൊന്നും ഇൻഡ്യൂഷൻ പോലൊന്നും വരാറില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടിയായിട്ടും സംസാരിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല, അവരെ എനിക്ക് പേഴ്സണലി അറിയില്ല. ഇനി അവർക്ക് ഒറിജിനലി ഇൻഡ്യൂഷൻ പോലെ കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ അല്ലാത്തതായിരിക്കാം. കാരണം ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറിജിനലാണോ എന്ന് അറിയാത്ത കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എങ്കിലും അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കും. മെഡിറ്റേഷൻ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് 4 ഘട്ടങ്ങളിലായിട്ട് മെഡിറ്റേഷൻ്റെ തേടയുടെ, അല്ലെങ്കിൽ അതീന്ദ്രിയം ജ്ഞാനം, അല്ലെങ്കിൽ ക്ലിയറൻസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് പഠിച്ചിട്ട് ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ പുറത്ത് പറയുകയോ, അല്ലെങ്കിൽ അത് പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ തള്ളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളതൊന്നും പുറത്ത് പറയാതൊക്കെ വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ, അവർക്ക് ചിലപ്പോൾ ചില സമയത്ത് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് ഒക്കെ കണ്ട് നമ്മളെക്കാളും മുകളിലൊക്കെ അവർ ഇൻഡ്യൂഷൻസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ അവർ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്ന സമയത്ത് മെഡിറ്റേഷനെ പറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടെന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു, കാവി മുണ്ടാണോ ധരിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ, കാരണം ഞാൻ സാധാരണ ചുവപ്പാണ് ധരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ള മുണ്ടായിരിക്കും ധരിക്കുക. അപ്പോൾ അതിനകത്ത് കാവി മുണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവർക്കറിയത്തില്ല. ഇനി കാവി മുണ്ടുണ്ട്, അല്ലെങ്കിൽ കാവി മുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അത് അവർ പെട്ടെന്ന് പറഞ്ഞപ്പം ഒരു ഇൻഡ്യൂഷനായിട്ട് ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. പിന്നീട് പല കാര്യങ്ങളും അവർ ഇൻഡ്യൂഷൻ പോലെ എന്നോട് പറയുകയുണ്ടായി. പല കാര്യങ്ങളും, അവരുടെ ഒരു ബ്രദറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചൊരു പൈസയുടെ എമൗണ്ട് ഇത്ര രൂപ അയച്ചില്ലേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഡ്യൂഷൻസ് ആണ്. അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല, എന്നാൽ ചില ആൾക്കാർക്ക് അത് ഇൻഡ്യൂഷൻ പോലെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കാം. പ്രീ പ്രെഡിക്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അവർക്കൊരു പ്രഡിക്ഷൻ പോലെ, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പോലെ അവർ കാണിച്ചു കൊടുക്കും, ഒരു പിക്ചറൈസേഷൻ പോലെ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. നല്ല ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്, മെഡിറ്റേഷൻ്റെ നല്ല ലെവലിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. നമുക്കും കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിനും കിട്ടിയിട്ടുണ്ട്, ഈ പറയുന്ന നമ്മുടെ പരിചയക്കാർക്ക്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ അവർ ഞങ്ങൾ യാദൃശ്യമായിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ട സമയത്ത് പറഞ്ഞു, 2-3 ദിവസം എനിക്കിങ്ങനെ കാണിക്കുന്നു, എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആളുടെ പേരും ഒക്കെ പറഞ്ഞു, അവർ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പം കറക്റ്റ് ആ പറഞ്ഞ അത്രയും ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് എത്തുകയാണ്. ഇതൊക്കെ ഇൻഡ്യൂഷൻ പോലെ കാണിക്കുക. എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് ആയിട്ട് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നതാവാം. അവരുടെ മെഡിറ്റേഷൻ ലെവൽ കൊണ്ട് ചിലപ്പോൾ അവരുടെ കഴിവ് കൊണ്ട് ആ 6th സെൻസ് ഓപ്പൺ ആയിട്ട് കാണുന്നതാവാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഗുരുനാഥൻ ക്ലാസ്സൊക്കെ ചെയ്ത സമയത്ത്, ഞാൻ മെഡിറ്റേഷൻ്റെ 2nd സ്റ്റേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ, ഒരു പഴയ മോഡൽ ജീപ്പ്, പണ്ടത്തെ മോഡൽ ജീപ്പ്, ആ ജീപ്പ് കാണുന്നു. ജീപ്പിലേക്കൊരു RX-100 ബൈക്ക് ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്നു. ഞാൻ ഓർത്ത് ഇതെന്തിനാണ് ഞാൻ കാണുന്നത്. ഞാൻ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ജീവിതം സംഭവിച്ചതോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു വിഷൻ പോലെ ചിലപ്പം വരാം എന്ന് പറഞ്ഞു. ആലപ്പുഴയാണ് ഞങ്ങൾ ക്ലാസ്സിന് പോയത്. ഞാൻ വിചാരിച്ചേ പിന്നെ അതൊക്കെ എന്ത് സംഭവിക്കാനാണ്, പ്രത്യേകിച്ച് ആ പഴയ മോഡൽ ജീപ്പിൽ RX-100 വന്ന് ഇരിക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ വന്ന് ബസ്സിനാണ് പോവുക. KSRTCക്ക് വന്ന വഴിക്ക് ആലപ്പുഴയിൽ നിന്ന്
എടത്വ വഴിയാണ് വരിക. എടത്വ വഴിയുള്ള വഴിയാണ്, അമ്പലപ്പുഴ എടത്വ വഴിയുള്ള വണ്ടിയാണ് കിട്ടിയത്. പത്തനംതിട്ട വണ്ടി കിട്ടി. ഈ വണ്ടി കയറി ഇങ്ങനെ വന്ന സമയത്ത് അമ്പലപ്പുഴ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത്, കരുമാടി എന്ന് പറയുന്ന സ്ഥലത്തിന് ഇപ്പുറത്ത് വെച്ച് റോഡിൽ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു. വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഇതേ കണ്ട കളറിൽ ബസ്, ഇതേ ജീപ്പ് ഇതേ പൊസിഷനിൽ ബൈക്ക് ഇടിച്ച് കയറി നിൽക്കുന്നത് കണ്ടു. അപ്പം എനിക്കതിന് അതിശയമായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതൊന്നും നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ചെന്നിട്ട് ഇന്നത് കണ്ടു, വിമാനം അടുത്ത ഇതായി പോകുന്നു, തകരാൻ പോകുന്നു, ഇപ്പോൾ കുറേ ഇൻഡ്യൂഷൻസ്, പ്രവചനങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ഒരുപാട് കഴിവുള്ളവരുണ്ട്. അപ്പം അത് പുച്ഛിക്കരുത് നമ്മൾ. ആ ഒരാൾ ഇതിനകത്ത് കമൻ്റ് ഇട്ടിരിക്കുന്നു, എന്നാൽ പിന്നെ നിങ്ങൾ ആ സ്ത്രീയുടെ ഇതിനകത്തൊരു കമൻറ്റ് കണ്ടതാണ്, അവരും വാർത്ത വന്നതിനകത്തൊരു കമൻറ്റ് കണ്ടതാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത നിയമസഭാ ഇലക്ഷന് 140 പേരിൽ ആരൊക്കെ ജയിക്കുമെന്നൊന്ന് കണ്ടെത്താൻ. ഇതൊന്നുമല്ല പ്രവചിക്കാൻ വേണ്ടി അല്ല ഇൻഡ്യൂഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്കത് ചില കാര്യങ്ങൾ ഇൻഡ്യൂഷൻസ് ആയിട്ട് കിട്ടും, ചില കാര്യങ്ങൾ കിട്ടണമെന്നില്ല. അപ്പം അതിനെ പുച്ഛിക്കാതിരിക്കുക. സത്യമാണെങ്കിൽ അത് ചെയ്യട്ടെ, ഇനി അല്ല ഫേക്ക് ആണെങ്കിൽ അവരുടെ ഫേക്കായിട്ടുള്ള അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തായിരിക്കാം. അപ്പം നിങ്ങളത് പുച്ഛിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കൊണ്ടുവന്നത്. നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക. നന്ദി, നമസ്കാരം.